നടൻ മോഹൻലാലിന്റെ ഭാര്യ, പ്രണവ് മോഹൻലാലിന്റെ അമ്മ, പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവ് കെ ബാലാജിയുടെ മകൾ. പിറന്നു വീണപ്പോൾ മുതൽ ജീവിതകാലം മുഴുവനും സിനിമാലോകം ജീവിതത്തിന്റെ ഭാഗമായ വ്യക്തിയാണ് സുചിത്ര മോഹൻലാൽ. എന്നാൽ വെള്ളി വെളിച്ചത്തിന്റെ മുന്നിൽ ഒരിക്കൽ പോലും സുചിത്ര വന്നിട്ടില്ല താനും. തമിഴ്നാട്ടിൽ നിന്നും മലയാളത്തിന്റെ മരുമകളായി എത്തിച്ചേർന്ന സുചിത്ര പ്രേക്ഷകലക്ഷങ്ങൾ ഹൃദയത്തോട് ചേർത്തുവച്ച് സ്നേഹിക്കുന്ന അവരുടെ പ്രിയപ്പെട്ട ലാലേട്ടന്റെ ഭാര്യ എന്ന നിലയിൽ ആദരവ് നേടാറുണ്ട്. കഴിഞ്ഞ ദിവസം സുചിത്രയുടെ പിറന്നാളായിരുന്നു. മോഹൻലാലും മക്കളുമെല്ലാം പിറന്നാൾ വിഷ് ചെയ്ത് സ്റ്റോറികൾ പോസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പോഴിതാ മോഹൻലാലിന്റെ അടുത്ത സുഹൃത്തായ സമീർ ഹംസ സുചിത്രയ്ക്ക് പിറന്നാൾ വിഷ് ചെയ്ത് സുചിത്രയ്ക്കൊപ്പമുള്ള ചിത്രം പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. താരപത്നി എന്ന നിലയിലും മോഹൻലാലിന്റെ കൂടെയുണ്ടായിട്ടുള്ളതുകൊണ്ടും എല്ലാവരുടെയും പരിചിത മുഖമാണ് സുചിത്ര. എന്നാൽ ഒടുവിൽ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ച ചിത്രങ്ങളിൽ കാണപ്പെട്ട സുചിത്രയുടെ മുഖം നോക്കി പലരും ആശങ്കയിലാണ്. മുഖം നന്നേ മെലിഞ്ഞതായി കാണപ്പെടുന്നുണ്ടെന്നും ശരീരത്തിൽ തീർത്തും ക്ഷീണമുണ്ടെന്നും ആരാധകർ കമന്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏറെ നേരത്തേക്കുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് ഈ മാറ്റത്തിന് പിന്നിലെന്ന് ചിലർ സംശയിക്കുന്നു. പതിവായി ഗ്ലാമറസായും ആരോഗ്യപരമായ തിളക്കത്തോടെയും കാണപ്പെട്ട സുചിത്രയുടെ ഇപ്പോഴത്തെ ദൃശ്യങ്ങൾ കണ്ട് ആശ്ചര്യപ്പെട്ടവരാണ് ഏറെ പേരും. മോഹൻലാലിനേക്കാൾ 11 വയസ്സ് ഇളയവളാണ് സുചിത്ര. എന്നിരുന്നാലും ഈ ചിത്രത്തിൽ മോഹൻലാലിനേക്കാൾ പ്രായം കൂടുതലായി തോന്നുന്നുവെന്നും വിമർശനം ചിലർ പങ്കുവച്ചു. അടുത്തിടെ പൊതുപരിപാടികളിൽ വളരെ കുറവായി മാത്രമേ ഇവർ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളൂ എന്നതുകൂടി ആരാധകരുടെ ആശങ്ക കൂട്ടുന്നുണ്ട്. താരപത്നി എന്ന നിലയിൽ നമുക്ക് മുന്നിൽ പതിവായി ചിരിയുമായി പ്രത്യക്ഷപ്പെട്ടിരുന്ന സുചിത്രയുടെ ഈ പുതിയ രൂപം പലർക്കും ആശങ്കയായി മാറിയിരിക്കുകയാണ്. സിനിമയിൽ കണ്ട നായകനെ സ്വന്തം ജീവിതത്തിലും നായകനായി കിട്ടുന്ന അപൂർവ ഭാഗ്യത്തിനുടമയാണ് സുചിത്ര. 1988 സുചിത്ര മോഹൻലാലിന് ജീവിത സഖിയായി. തിരുവനന്തപുരത്തായിരുന്നു വിവാഹം. വില്ലൻ വേഷത്തിൽ കണ്ട് ദേഷ്യം തോന്നിയെങ്കിലും പിന്നീട് നായക വേഷങ്ങളോട് സുചിത്രയ്ക്ക് ഇഷ്ടം കൂടി. ആദ്യമായി നേരിൽ കണ്ട നിമിഷം മോഹൻലാലിന്റെ SKP അഥവാ സുന്ദരക്കുട്ടപ്പൻ എന്ന് ഇരട്ടപ്പേരിട്ട് വിളിച്ചയാളാണ് സുചിത്ര മോഹൻലാൽ. ഒരഭിമുഖത്തിൽ സുചിത്ര പറഞ്ഞ ഈ കഥയും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു. സുചിത്രയ്ക്ക് മോഹൻലാലും മക്കളും കുടുംബസുഹൃത്തായ ആന്റണി പെരുമ്പാവൂരും ജന്മദിനാശംസ അറിയിക്കാറുണ്ടെങ്കിലും ഇതുവരെയും സുചിത്രയുടെ എത്രാമത്തെ പിറന്നാളാണ് കഴിഞ്ഞത് എന്ന കാര്യത്തിൽ എങ്ങും വ്യക്തത വന്നിട്ടില്ല. വളരെ ചെറിയ പ്രായത്തിലാണ് സുചിത്ര മോഹൻലാലിന് വധുവാകുന്നത്. തുടക്കത്തിൽ ജാതക പ്രശ്നം പോലും വില്ലനായി മാറിയെങ്കിലും അതെല്ലാം മറികടന്ന് മോഹൻലാൽ സുചിത്രയെ തന്റെ ജീവിത പതിയാക്കി മാറ്റിയത്. തുടക്കത്തിൽ ജാതക പ്രശ്നം പോലും വില്ലനായി മാറിയെങ്കിലും അതെല്ലാം മറികടന്ന് മോഹൻലാൽ സുചിത്രയെ തന്റെ ജീവിത പാതിയാക്കി മാറ്റിയത്. വിക്കിപീഡിയ പേജിൽ പോലും സുചിത്രയുടെ പ്രായം എവിടെയും പരാമർശിച്ചിട്ടില്ല. വിക്കി ബിയോഗ്രഫി എന്ന സൈറ്റിൽ മാത്രമാണ് സുചിത്രയുടെ പ്രായത്തെപ്പറ്റി ഒരു ചെറിയ പരാമർശമെങ്കിലും ഉള്ളത്. ഇതിൽ സുചിത്രയുടെ ജന്മവർഷം 1972 എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മോഹൻലാൽ 1960 പിറന്നു എന്നാണ് വിവരം. ഈ വിവരം സുചിത്രയുടെ യഥാർത്ഥ ജന്മദിനമെങ്കിൽ ദമ്പതികൾ തമ്മിൽ ചുരുങ്ങിയത് 12 വയസ്സിന്റെ പ്രായവ്യത്യാസമുണ്ടാകും. എങ്കിൽ വിവാഹം കഴിഞ്ഞ സമയത്ത് സുചിത്രയ്ക്ക് 16 വയസ്സ് എന്നതിലെ ലോജിക്കില്ലായ്മ കൂടിയുണ്ട്. സുചിത്രയുടെ പ്രായം ഇനിയും എവിടെയും ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിട്ടില്ല. പ്രണവ് മോഹൻലാലിന് ഈ വരുന്ന ജൂലൈ മാസത്തിൽ 35 വയസ്സ് തികയും. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.